ഇടുക്കിയിൽ നിയമം ലംഘിച്ച് സ്വകാര്യ ഭൂമിയിലും സർക്കാർ ഭൂമിയിലും നടക്കുന്ന അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കുറച്ചു ദിവസം ഖനനം നിർത്തിവെച്ചെങ്കിലും വീണ്ടും അത് സജീവമായി പുനരാരംഭിച്ചു. ഇത് സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്തയിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ. നിയമലംഘകർക്കെതിരെ നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ലെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കി. ഗവൺമെന്റിലേക്കുള്ള ഒരു റെസ്പെക്റ്റോ ഒരു പേടിയോ ഇല്ലാതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരായിട്ട് നമുക്ക് ഇംപ്രിസൺമെന്റ് 2 years വരെയും ഫൈൻ 5 lakhs വരെ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പെർ ഡേ നമുക്ക് 50,000 കൂടി നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. നമ്മൾ കർശനമായിട്ടുള്ള നടപടി എന്തായാലും എടുത്തു. ഇന്ന് തന്നെ നമുക്ക് അവർക്കെതിരായിട്ടുള്ള കേസസ് ഫയൽ ചെയ്യും. ആവർത്തിച്ച് നിയമം ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ജില്ലാ കളക്ടർ ADM-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടർ നേരിട്ട് പരിശോധന നടത്തുകയും വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മകൻ അമൽ വർഗീസിന്റെ അടക്കമുള്ളവരുടെ വാഹനത്തിലാണ് അനധികൃത പാറ പൊട്ടിച്ചു കടത്തുന്നത്. ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.